അപ്പനും മക്കളും എന്ന ബന്ധം ഏറെ അഭേദ്യമാണ്. അപ്പന് തൻ്റെ മക്കളോട് ഏറെ സ്നേഹവും കരുണയും കരുതലും ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികവുമാണ്. മറ്റുള്ള പലരോടും അപ്പന്മാർക്ക് സ്നേഹവും സഹതാപവുമൊക്കെ ഉണ്ടാകാം. പക്ഷെ ഒരപ്പൻ എന്ന നിലയ്ക്ക് അവരുടെ ഹൃദയത്തിൽ അവരുടെ മക്കളെപ്പോലെ മറ്റാർക്കും സ്ഥാനമില്ല. മക്കൾ മുറിവേൽക്കുമ്പോഴോ അവർ ദുഃഖിച്ചിരിക്കുമ്പോഴോ നിരാശപ്പെട്ടിരിക്കുമ്പോഴോ അവരുടെ ആവശ്യങ്ങളിൽ അപ്പന്മാർക്ക് ആഴമായ കരുണ തോന്നുന്നു. നമ്മുടെ ദൈവം തൻ്റെ മക്കളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുവാനായി ഒരു സാദൃശീകരണം ചെയ്യുന്നതത്രേ 103-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ദൈവം നമ്മിൽ നിന്നും അകന്നിരിക്കുന്നു എന്നും നമ്മുടെ ഭാരങ്ങൾ കണ്ടിട്ടും കണ്ണടച്ചിരിക്കുന്നുവെന്നും ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അങ്ങനെയല്ല കാര്യം. സ്വർഗീയ പിതാവിന് തൻ്റെ മക്കളെ ഏറെ സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്നവനാണ്. അത്രമാത്രം കരുണ നമ്മോട് ഓരോരുത്തരോടും കർത്താവിനുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ബലഹീനതയിൽ സഹതാപം കാണിക്കുന്നവനാണ് നാം സേവിക്കുന്ന ദൈവം. നമ്മുടെ പ്രകൃതി അറിയുന്നവനായ ദൈവം എന്ന് വെച്ചാൽ നാം ആയിരിക്കുന്ന അവസ്ഥ, ഒന്നുകൂടി പറഞ്ഞാൽ നമ്മുടെ ഉള്ള അവസ്ഥ നന്നായി അറിയുന്നവനും നമ്മോട് കരുണ കാണിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ സ്വർഗീയ അപ്പൻ. നമ്മെക്കാൾ നന്നായി നമ്മുടെ പിതാവിന് നമ്മെ അറിയാം. നാം ഒരിക്കലും അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് അകന്നിട്ടില്ല. അവൻ നമ്മുടെ ദുഃഖം മനസ്സിലാക്കുന്നു. നമ്മുടെ ബലഹീനതകൾ ദൈവത്തിന് വളരെ പരിചിതമാണ്. നമ്മുടെ ചട്ടക്കൂട് അവൻ അറിയുന്നു. നമ്മുടെ പരിമിതികളും ആശങ്കകളും ഭയങ്ങളും ഹൃദയവേദനകളും നിരാശകളും നമ്മുടെ സ്വർഗീയ അപ്പച്ചൻ അറിയാം. നമ്മെ മനസ്സിലാക്കുക മാത്രമല്ല, നമ്മുടെ പ്രയാസങ്ങളിൽ അവിടുന്ന് നമ്മോട് കരുണ കാട്ടുന്നവനുമാണ്. ഈ ഭൂമിയിലെ എല്ലാ അപ്പന്മാരിൽ നിന്നും ഏറ്റവും നല്ലവരായ അപ്പന്മാരെ തിരഞ്ഞെടുത്ത് നമ്മുടെ സ്വർഗീയ അപ്പൻ്റെ മുമ്പിൽ നിർത്തിയാൽ സ്വർഗീയ അപ്പൻ്റെ ആർദ്രമായ കാരുണ്യവുമായി അവരെ താരതമ്യപ്പെടുത്തുമ്പോൾ ഭൂമിയിലെ ആർദ്രരായ അപ്പന്മാരുടെ എല്ലാ കാരുണ്യവും സൂര്യന് മുമ്പിലെ ഒരു മെഴുകുതിരി പോലെയോ സമുദ്രത്തിലേക്കുള്ള ഒരു തുള്ളി പോലെയോ ആയിരിക്കും. നമുക്കെന്നും എന്നും ഏറ്റവും അത്യാവശ്യമായി ദൈവത്തിൽ നിന്നും കിട്ടേണ്ടത് അവിടുത്തെ കരുണയാണ്. അത് രാവിലെ തോറും പുതിയതും വറ്റാത്ത ഉറവയിൽ നിന്നുമുള്ളതുമാകുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.